ഹലോ, ഇത് ഞങ്ങളുടെ ആറ്റുകാൽ പൊങ്കാല വ്ളോഗാണ്. എനിക്കറിയാം ഞാൻ ഇത്ര ലേറ്റായിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന്, പക്ഷേ എന്നാലും ഞങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാതിരിക്കാൻ വയ്യ. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് മാർച്ച് 1 രാത്രി 8:15 നമ്മൾ യാത്ര ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ഏകദേശം പുലർച്ചെ ഒരു 1:45 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും റോഡിലൊക്കെ നല്ല തിരക്കാണ്. കൂടുതലും എല്ലാ മുക്കിലും മൂലയിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ സൗഹൃദപരമായിട്ടാണ് എല്ലാവരോടും ബിഹേവ് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് സമയം കുറവായതുകൊണ്ടും കൂടുതൽ നേരം തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരുന്നത് കൊണ്ടും ഞങ്ങൾ ഉടനെ തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ താമസിച്ചിരുന്നത് അട്ടക്കുളങ്ങര ബ്രാഹ്മണ സമാജത്തിൻ്റെ ഒരു റെൻ്റൽ റൂമിലായിരുന്നു. പക്ഷേ ഞങ്ങൾ പൊങ്കാല ഇടുന്നത് അവിടെ അമ്പലത്തിനടുത്ത് തന്നെയുള്ളൊരു വീട്ടിലാണ്. അവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് പൊങ്കാല ഇടുന്നത്. പുലർച്ചെ ഒരു 3-4 മണിയോടുകൂടി 3-3:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ ആ സമയത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു. കുറച്ച് സമയം ക്യൂവിൽ നിന്നതിന് ശേഷം നമ്മൾ ദർശനമൊക്കെ നടത്തി പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്തു. നന്നായി തൊഴാനും പറ്റി. ആദ്യമായി ഞങ്ങളിവിടെ അമ്പലത്തിൽ വന്ന സമയത്ത്, അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ക്ഷേത്ര പരിസരത്ത് തന്നെ, അതായത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവളപ്പിൽ തന്നെയാണ് നമ്മൾ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് നല്ല ചൂടും തിരക്കൊക്കെയാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു സ്പെഷ്യൽ ഡിവൈൻ ഫീലിംഗ് ഉണ്ട്. അത് എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും അത്രയും ഭക്തിസാന്ദ്രമായൊരു അറ്റ്മോസ്ഫിയർ വേറെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് നമ്മൾ പൊങ്കാല സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. ഇഷ്ടിക, അടുപ്പ്, അങ്ങനെ ഒരുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ, അതൊക്കെ നമ്മൾ വാങ്ങി. പക്ഷേ നമ്മളുടെ അരി, ശർക്കര, മറ്റ് സാധനങ്ങളൊക്കെ, അതായത് കത്തിക്കുന്നത്, അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ആ വീട്ടിൽ വെച്ചിട്ട് തിരിച്ച് നമ്മൾ റൂമിൽ പോയി വിശ്രമിച്ചു. പിന്നെ തിരുവനന്തപുരം നഗരമൊക്കെ കുറച്ച് സമയം കറങ്ങാൻ ഇറങ്ങി. നഗരമൊട്ടാകെ പൊങ്കാലയുടെ ആഘോഷത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നീട് നിരവധി സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ ലഭിക്കും. ഞങ്ങൾ കഞ്ഞി, പുഴുക്ക്, അച്ചാർ അതൊക്കെ കഴിച്ചിട്ട് അവിടെ മുഴുവൻ കറങ്ങി അതിനുശേഷം തിരിച്ച് റൂമിൽ പോയി വിശ്രമിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മൾ വീണ്ടും കുളിച്ച് റെഡിയായി ഞങ്ങൾ പൊങ്കാല ഇടുന്ന വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന ശേഷമാണ് പൊങ്കാലക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. അതായത് തേങ്ങ ചിരകണം, ശർക്കര ഒരുക്കണം, അടുപ്പ് അലങ്കരിക്കണം, കളത്തിൽ പൂമാലയും ചന്ദനവും ഒക്കെ ചാർത്തണമല്ലോ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ജോലികളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ജോലികളിൽ ഓരോരുത്തരായിട്ട് അതൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ തെരളി, അപ്പം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, തെരളിയുടെ ഇതൊക്കെ നമ്മൾ കൂട്ടൊക്കെ മിക്സ് ചെയ്ത് അതൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റും. മുൻകൂട്ടി അതൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ അത് പൊങ്കാല തിളച്ചതിന് ശേഷം മാത്രമേ അതൊക്കെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ. അങ്ങനെ നമ്മളെ പ്രിപ്പറേഷൻസൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറി നമ്മൾ കുരിയാത്തി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും നമ്മളുടെ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുന്ന ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ഇല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ ഇടം നേടിയത്. എന്താണേലും നമ്മുടെ ഇത്തവണത്തെ പൊങ്കാല 10:15 ഭദ്രദീപം തെളിയിച്ച് ആരംഭിച്ചത്. ഞങ്ങൾ ഭദ്രദീപം തെളിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയതിന് ശേഷം അതായത് വിളക്കൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മളവിടെ കാത്തിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ജേർണലിസ്റ്റൊക്കെ വന്നിരുന്നു കേട്ടോ. ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഈ ന്യൂസിലൊക്കെ വരുമല്ലോ ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പൊങ്കാലയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മതസൗഹാർദ്ദം എന്താണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നൊരു സ്ഥലമാണ് ആറ്റുകാല. ആ ദിവസം എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് അവിടെ എല്ലാവരും പരസ്പര സ്നേഹത്തോടു കൂടി അവിടെ ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും അവരുടെ ഒക്കെ വീടും ഗേറ്റും ഒക്കെ നമുക്ക് വേണ്ടി തുറന്നിട്ടേക്കാണ്. നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. ഫുഡ് ആയിക്കോട്ടെ, എന്തും അവർ തരുന്നുണ്ട്. അങ്ങനെ ഒരാൾക്കും ഒരു തരത്തിലുള്ള വേർതിരിവും ഉള്ളതായിട്ട് എനിക്ക് അന്നത്തെ ദിവസം തോന്നിയിട്ടില്ല. നമുക്ക് പൊങ്കാല തിളച്ചാൽ ഉടനെ തന്നെ നമുക്ക് വേണ്ട, അതുവരെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് തിളച്ചാൽ ഉടനെ തന്നെ നമുക്ക് വേണ്ട ഫുഡും വെള്ളവും തണ്ണിമത്തനും അങ്ങനെ എന്തൊക്കെ വേണോ അതെല്ലാം നമ്മുടെ തൊട്ട് മുമ്പിലെത്തും. നമ്മൾ ആ ഒരു വീട്ടുമുറ്റത്ത് നമ്മളൊരു 10-20 പേരോളമാണ് പൊങ്കാല ഇട്ടത്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ വീട്ടുകാർ ചെയ്തു തന്നു. ഞങ്ങൾ നോർമലി ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കാറ്. പക്ഷേ കുറേ ആൾക്കാർ തവണ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ റൂം എടുത്തത്.
പക്ഷേ എന്നാലും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ അവർ റെഡിയായിരുന്നു. അതുപോലെയാണ് എല്ലാ വീട്ടുകാരും. അത്രയും ഒരു ഡിവൈൻ ഫീലും അല്ലെങ്കിൽ എന്താ പറയുക, കേരളത്തിൻ്റെ ഒത്തൊരുമ നമുക്ക് തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ എന്താണ്, നമ്മൾ പിന്നെയും അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, ഇത്തവണ നമ്മളുടെ എന്താണ് പൂജാരി വന്നത്, അതായത് നമ്മുടെ അവസാനം ഇത് തളിക്കണമല്ലോ, നേദിക്കാൻ വേണ്ടിയിട്ട് വന്നത് 3:15-നാണ്. 3:15 എല്ലാം നമുക്ക് മൈക്കിലൂടെ അനൗൺസ് ചെയ്യും. ആ സമയത്ത് അവർ വന്നിട്ട് നമ്മൾ അതൊക്കെ തളിച്ച് പിന്നീട് അങ്ങോട്ടൊരു ഓട്ടപ്പാച്ചിലാണേ. കാരണം എല്ലാവർക്കും പല പല സ്ഥലത്തേക്ക് എത്തിച്ചേരണം. ആ അമ്പലത്തിൻ്റെ പരിസരത്തേക്കൊന്നും വണ്ടികളൊന്നും ആ സമയത്ത് വരത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം 2-3-4 കിലോമീറ്റർ നടന്നാലേ നമുക്ക് നമ്മളുടെ വണ്ടികളുടെ അടുത്തേക്കും അല്ലെങ്കിൽ ബസ് കിട്ടുന്ന സ്ഥലത്തേക്കും ഓട്ടോറിക്ഷ കിട്ടുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഓട്ടപ്പാച്ചിലാണ്. അങ്ങനെ ഞങ്ങളും വണ്ടിയിലൊക്കെ അടുത്തെത്തി. പക്ഷേ എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് നമ്മൾ ആ പൊങ്കാലയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. എത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും തിരിച്ചിങ്ങോട്ട് തന്നെ വരാനുള്ള എന്തോ ഒരു ആകർഷണ ശക്തി ആറ്റുകാലിനുണ്ട്. എന്താണേലും നമ്മൾ പ്രത്യേകമായി പറയേണ്ട ഒരുപാട് പേരുണ്ട്. പോലീസുകാർ, ആംബുലൻസുകാർ, ഫയർഫോഴ്സുകാർ, പിന്നെ ആ സിറ്റി മുഴുവൻ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, എല്ലാവരെയും ഒരുപാട് നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൂടെ കുടിക്കുമോ?